ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ആദ്യം തന്നെ ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ്. ഇത് മിഞ്ഞാന്ന് ഇടേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ. ഞായറാഴ്ച രാത്രി കഴിഞ്ഞൊരു കല്യാണമാണ്, മിഞ്ഞാന്ന് ഇടേണ്ട വീഡിയോ ആണ്. പക്ഷെ എനിക്ക് 2 ദിവസം തിരക്കായ കാരണം കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മക്കളെ. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നതോട് കൂടിയിട്ട് വീഡിയോ ലൈക്ക് അടിക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടുത്തെ ഒരു രാത്രി കല്യാണം കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിൻ്റെ പോയൊരു വീഡിയോ ആണ്. വലിയൊരു കണ്ടൻറ്റോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ഞാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു രാത്രി കല്യാണമായിരുന്നു. ഇത് ഇൻസ്റ്റയൊക്കെ എടുക്കുന്ന വീഡിയോ ഇങ്ങനെ ഷോർട്ടായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കല്യാണമാണ്, ഇതിലിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. ഞങ്ങൾ അവിടെ പോയി കുറച്ചേരൊക്കെ ഇരുന്നെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡായിരുന്നു, മാഷാ അല്ലാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി റാഹത്തായിട്ട് വന്നിട്ടോ. ഞാൻ ഫസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചില്ലായിരുന്നു, പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. വീഡിയോ എടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ഫുഡൊക്കെ കഴിച്ച് മാഷാ അല്ലാ. അപ്പം ഞാനിത് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് ആരെങ്കിലും ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് ആർക്കെങ്കിലും ആവശ്യം എന്നെങ്കിലും ഇന്നോ നാളെ വരുന്ന ആഴ്ച അങ്ങനെ ഒന്നല്ലല്ലോ. ഏതെങ്കിലും ഒരു കാലത്ത് നമുക്കൊരാവശ്യം വന്നെങ്കിൽ നമുക്ക് അതിന് നമ്പർ എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ആ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം നമ്മൾ അംസൊക്കെ നല്ല വിടലാണ് ഐസ്ക്രീമൊക്കെ. അപ്പം എന്തൊക്കെയോ പറഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാതിരിക്കാൻ പറ്റും, ഓൺ വോയിസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ചൂട് ജിലേബിയും ഐസ്ക്രീമും ജ്യൂസും ഇത് കാണാൻ ഞാൻ ഷോർട്ട് ഇട്ടിരുന്നു കേട്ടോ. ഇത് കാണാൻ നല്ല കൗതുകമായിരുന്നു കാണാൻ. അതിങ്ങനെ ആ പീച്ചിനതും ജിലേബി ഇങ്ങനെ കോരി എടുക്കണൊക്കെ ആയിട്ട് ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഫുൾ വീഡിയോ ഇടാതെ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടൊരു കണ്ടൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ. കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഇത് ഉപകാരപ്പെട്ടൊരു വീഡിയോ. ഇതിപ്പോൾ ഒരു ഉപകാരപ്പെട്ട വീഡിയോ എന്നല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടയ്ക്ക് നമ്മളിപ്പോൾ യൂട്യൂബിലായിട്ട് ആക്റ്റീവായിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്തപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടതാണ്. പിന്നെ നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കും. അതേപോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, ആരെങ്കിലൊക്കെ പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ പഞ്ചായത്ത് മെമ്പർ അസ്സനൊക്കെ ഇങ്ങനെ അടിപൊളിയായി ചെന്നിട്ട് എന്നോട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെറുതെയെങ്കിലും എന്നെ ഇങ്ങനെ ചൂടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവരെ കാറ്ററിങ് സർവീസ് ഒന്നും പറയാനില്ല കേട്ടോ. പക്ഷെ ഇവർ ആരാണോ കാറ്ററിങ്ങിൻ്റെ ആൾക്കാർ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ കണ്ട സ്ഥിതിക്ക് നല്ല രസമുണ്ട്. പിന്നെ ഇവരായതെല്ലാം കണ്ടപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ. ഡെക്കറേറ്റ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അങ്ങനെ ഫുഡൊക്കെ അതാ കഴിച്ച എല്ലാ കാര്യങ്ങളും ഡെസേർട്ടും ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത്ര തിന്നും ചെയ്യാം. അപ്പം നല്ല അടിപൊളി കല്യാണമായിരുന്നു, മാഷാ അല്ലാ. എന്തായാലും നല്ല സന്തോഷകരമായ ജീവിതം ഉണ്ടാവട്ടെ, അതല്ലേ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സർട്ടിഫിക്കറ്റും ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ് ഓരോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നി. അപ്പം അങ്ങനെ എടുത്തതാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ കുറച്ചൊക്കെ അവിടെ നിന്നിട്ടുള്ളൂ. കുറേ നേരം നിന്നിട്ടില്ല. രാത്രി ഒറ്റ ദിവസത്തെ കല്യാണമാണ് കേട്ടോ, പകലൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു, ഒറ്റ ദിവസത്തെ. പിന്നെ നമ്മൾ പുതിയ ആപ്പിളിനെ അതൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ താല്പര്യമില്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് അത്രയൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ.